നമുക്ക് ഇപ്പോൾ നടക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി വരുന്നു. അതിലേക്ക് പോകുമ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക് ആളെ എത്തിക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ക്വാട്ട നിശ്ചയിച്ച ഉത്തരവ്. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിന് 200, ബ്ലോക്ക് പഞ്ചായത്തിന് 100, മുനിസിപ്പാലിറ്റിക്ക് 300 എന്നിങ്ങനെയാണ് ക്വാട്ട നിശ്ചയിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും 10,000 പേരെ പരിപാടിക്ക് എത്തിക്കണമെന്നുമാണ് നിർദ്ദേശം. എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അയച്ച കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, ആളെ എത്തിക്കാൻ ഈ കോട്ട കൊടുത്തിരിക്കുന്നു, അത്രയൊക്കെ ആളെത്തുമോ? അല്ലാതെ തന്നെ ആളെത്തുമെന്നുള്ളൊരു പ്രതീക്ഷ അപ്പോൾ ഉണ്ടായിരുന്നില്ലേ? റോഷ്നി, 40,000 പേരെ ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കോട്ട നിശ്ചയിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി 25-ാം തീയതിയാണ് ഉത്തരവിറക്കിയത്. അത് പ്രകാരം ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 200 പേർ 4 മണിക്ക് ഇവിടെ എത്തണം. ഇപ്പൊ 3:36, ഇനി കുറച്ചുകൂടി സമയം മാത്രമേ ഉള്ളൂ. 200 പേർ ഒരു തദ്ദേശ സ്വയംഭരണ ഒരു പഞ്ചായത്തിൽ നിന്ന് എത്തണം. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 100 പേരെയാണ് എത്തിക്കേണ്ടത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 300 പേരെ എത്തിക്കണം. ഒപ്പം തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് 10,000 പേര്, അതായത് 100 വാർഡാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. ഒരു വാർഡിൽ നിന്ന് 100 പേരെ വെച്ച് 10,000 പേരെ എത്തിക്കണം എന്നതാണ് നിർദ്ദേശം. അത് കർശനമായ ഒരു നിർദ്ദേശമാണ്. സ്വാഭാവികമായും സർക്കാർ അവകാശപ്പെടുന്നത് പോലെ സംസ്ഥാനത്തെ ലോകത്തിന് തന്നെ അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ വലിയൊരു പദ്ധതി, ഒപ്പം പ്രധാനപ്പെട്ട അതിഥികളൊക്കെ ഉള്ള ഒരു പദ്ധതി, അതിലേക്ക് വരുന്നതിന് വേണ്ടി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കോട്ട നൽകി ആളെ എത്തിക്കുന്നു എന്നത് ഈ പദ്ധതിയുടെ ശോഭ കെടുത്തുന്ന ഒരു കാര്യമാണ്. അല്പസമയം മുമ്പ് നമ്മൾ ഇതിനു വേണ്ടി പാവപ്പെട്ടവർക്ക് ഷെൽട്ടർ നിർമ്മിക്കാൻ കൊടുത്ത 58 കോടിയിൽ നിന്ന് 1.5 കോടി രൂപ വക മാറ്റിയാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. മൊത്തത്തിൽ ഈ പരിപാടി ഈ ദാരിദ്ര്യ മുക്ത കേരളം എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണെങ്കിലും അതിലേക്കുള്ള ഉദ്ഘാടന പരിപാടി, ഇപ്പം പാവങ്ങൾ അതിദാരിദ്ര്യ മുക്തി നേടുന്ന ഒരു പരിപാടിക്ക് 1.5 കോടി രൂപ ചെലവഴിക്കണോ എന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും. എന്ന് മാത്രമല്ല, അതിലേക്ക് ആളെ കൂട്ടാൻ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർബന്ധിത കോട്ട കൊടുത്തിരിക്കുന്നു എന്നതിന്റെ ഒരു ഉത്തരവാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. റോഷൻ, എന്തായാലും ചടങ്ങിന് കസേരകളിൽ ആളുകളെ കാണാം. റഹീസ് റഷീദാണ് ഈ വിശദാംശങ്ങൾ നൽകിയത്. ചടങ്ങിലേക്ക് ആളുകളെ എത്തിക്കാൻ കോട്ട നിശ്ചയിച്ചിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്ര ആളുകൾ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം ഒരുപാട് ആളുകൾ എത്തുമോ. ചടങ്ങിന്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ വരും നിമിഷങ്ങളിൽ നമുക്ക് കടക്കാം.